1970 ഫ്രാൻസിസ്കൻ ആത്മായ സഭ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ മധ്യസ്ഥത്താൽ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ സ്ഥാപിതമായി. 40 അംഗങ്ങളോടെ ആത്മായ സഭ ഇന്ന് ഇടവകയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഒക്ടോബർ മാസം 4-ാം തീയതി വിശുദ്ധ അസിസി പുണ്യവാളൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു. എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ചകളിൽ മീറ്റിംഗ് കൂടുന്നു. ഒക്ടോബർ മാസത്തിൽ സ്പിരിച്വൽ ഡയറക്ടർ കാനോനിക സന്ദർശനം നടത്തുന്നു. ഡിസംബർ 28-ാം തീയതി കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുകയും അന്നേ ദിവസം സ്നേഹവിരുന്ന് നൽകി വരികയും ചെയ്യുന്നു. ഇടവകയിലെ പാവപ്പെട്ട പെൺകുട്ടികൾക്കായി വിവാഹ സഹായനിധി നടത്തിവരുന്നു. രൂപതാ തലത്തിലും റീജിയണൽ തലത്തിലുള്ള മീറ്റിങ്ങുകളിലും സെമിനാറുകളിലും ആത്മായ സഭാംഗങ്ങൾ സജീവമായി പങ്കെടുത്തു വരുന്നു. മാസം തോറുമുള്ള ഇടവക മധ്യസ്ഥൻ്റെ തിരുനാളിനെ നേർച്ച ഭക്ഷണം തയ്യാറാക്കി വരുന്നു. ഇടവകയിലെ ജനങ്ങൾക്ക് അസിസി മാസിക എത്തിച്ചു കൊടുക്കുന്നു. രോഗീ സന്ദർശനവും അവർക്ക് വേണ്ട സഹായവും ചെയ്തു വരുന്നു. 1770 ചിറ്റാട്ടുകര ഇടവക സ്ഥാപിതമായപ്പോൾ തന്നെ മതബോധനവും ആരംഭിക്കുകയുണ്ടായി. ഈ മതബോധന യൂണിറ്റിൽ 630 കുട്ടികളും 35 അധ്യാപകരും ഉണ്ട്. എല്ലാ വർഷവും മതബോധന ദിനം ആഘോഷിക്കുകയും ഓരോ ക്ലാസ്സിലും 1ഉം 2ഉം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്കും മുഴുവൻ ഹാജർ നേടിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സമ്മാനങ്ങളും എൻഡോമെൻറ്റുകളും നൽകി വരുന്നു. മറ്റം ഫൊറാനയിൽ 3 പ്രാവശ്യം മോഡൽ യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും വിശുദ്ധരുടെ ജീവിത മാതൃകയെ അടിസ്ഥാനമാക്കി സ്കിറ്റുകൾ അവതരിപ്പിച്ചു വരുന്നു. ഈ ഇടവകയിലെ കുഞ്ഞുമക്കളെ വിശ്വാസ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. തങ്കിട കിടതക തരികിട കിടതക തത്തി തങ്കിട കിടതക തരികിട തങ്കിട കിടതക തരികിട തത്തി തങ്കിട കിടതക തരികിട താങ്കിടതക തരികിടതക താങ്കിടതക തരികിടതക തകതരികിടതക താങ്കിടതക തരികിടതക താങ്കിടതക തരികിടതക തകതരികിടതക താങ്കിടതക തരികിടതക താങ്കിടതക തരികിടതക തകതരികിടതക കരുണാമയനേ മേരി സുദനേ കനിയുഗയെന്നിനി കർത്താവേ ബദലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു. കരുണാമയനേ മേരി സുദനേ കനിയുഗയെന്നിനി കർത്താവേ ബദലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു. ധനം ധനത്തത്ത ജൊണ്ണം ജൊണ്ണത്തത്ത ദിമി ദിമിത്തത്ത രക്തിത്താം ജൊണ്ണം ജൊണ്ണത്തത്ത ദിമി ദിമിത്തത്ത ജൊണ്ണം ജൊണ്ണത്ത ദിമി രക്തിത്താം താം തത്താം തത്തക തക്തിത്താം ദിം തദിം തത്തക തക്തിത്താം താം തത്ത തത്തക ദിം തദിം തത്തക തും തത്തും തത്തക നം 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 തത്തക തക്തിത്ത തത്തിക്കിട്ടത്തും 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 തന്നിക്കിട്ടത്തും തത്തിക്കിട്ടത്തും. ദുഃഖിതർ ഞങ്ങൾ തൻ ദുഃഖങ്ങൾ തീർപ്പാനായി മർത്യനായി മണ്ണിൽ പിറന്നവനേ. ദുഃഖിതർ ഞങ്ങൾ തൻ ദുഃഖങ്ങൾ
ദുഃഖങ്ങൾ തീർപ്പാനായി മർത്യനായി മണ്ണിൽ പിറന്നവനേ, ആശ്രയം നീയേ, അഭയം നീയേ, ആശ്രയം നീയേ, അഭയം നീയേ, സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ, കരുണാമയനേ മേരി സുതനേ, കനിയുക എന്നെ നീ കർത്താവേ, ബത്ലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു. ജന്നം ജനത്തത്ത ജുണ്ണം ജുണത്തത്ത ദിബി ദിമിത്തത്ത രക്തിത്താം ജുണ്ണം ജുണത്തത്ത ദിബി ദിമിത്തത്ത ജുണ്ണം ജുണത്ത ദിബി രക്തിത്താം താം തത്താം തത്തക തത്തിത്താം ദിം തദ്ദിം തത്തക തത്തിത്താം താം തത്ത തത്തക ദിം തദ്ദിം തത്തക തും തത്തും തത്തക നം നം തത്തക തത്തിത്താം തത്തിക്കിട്ട തും തത്തിക്കിട്ടത്തും 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 തന്നിങ്ങിട്ടത്തും തത്തിക്കിട്ടത്തും. അന്തർക്കു കാഴ്ചയേകി മൂടന്തർക്കു നടയേകി മാനവർ തൻ വേദനയ്ക്കു സാന്ത്വനമേകി. അന്ധർക്കു കാഴ്ചയേകി മൂടന്തർക്കു നടയേകി മാനവർ തൻ വേദനയ്ക്കു സാന്ത്വനമേകി. മുൾമുടി ചൂടി കുരിശും താങ്ങി, മുൾമുടി ചൂടി കുരിശും താങ്ങി, പാരിനെ കാത്തരുളും യേശുനാഥ, പാരിനെ കാത്തരുളും യേശുനാഥ. കരുണാമയനേ മേരി സുതനേ, കനിയുക എന്നെ നീ കർത്താവേ, ബത്ലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു. കരുണാമയനേ മേരി സുതനേ, കനിയുക എന്നെ നീ കർത്താവേ, ബത്ലഹേമിൽ പുൽക്കുടിൽ തന്നിൽ ദൈവപുത്രനായി അവതരിച്ചു. 1958 ചിറ്റാട്ടുകര ഇടവകയിൽ ഏറ്റവും നിർമ്മലയായ മാതാവിൻ്റെ നാമത്തിൽ പ്രസിദ്ധീയം സ്ഥാപിതമായി. സ്ഥിരാംഗങ്ങളും സഹായാംഗങ്ങളുമായി 30 അംഗങ്ങൾ പ്രവർത്തനം നടത്തുന്നു. എല്ലാ വ്യാഴാഴ്ചയും മീറ്റിംഗ് കൂടുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജനന തിരുനാൾ സാഘോഷം കൊണ്ടാടുന്നു. പ്രധാന പ്രവർത്തനങ്ങൾ: ഭവന സന്ദർശനം, ആശുപത്രി സന്ദർശനം, രോഗി സന്ദർശനം, മരിച്ച വീട്ടിൽ പ്രാർത്ഥിക്കൽ, അഗതി മന്ദിരങ്ങളും അനാഥശാലകളും സന്ദർശിക്കുക തുടങ്ങിയവയാണ്. തൃശ്ശൂർ അതിരൂപത വെൽഫെയർ സെൻ്ററുമായി സഹകരിച്ച് 2011 സെപ്റ്റംബർ മാസത്തിൽ ചിറ്റാട്ടുകര ഇടവകയിൽ 249 അംഗങ്ങളുള്ള സ്നേഹനിധിയുടെ ഒരു യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇടവകയിലെ കുടുംബങ്ങളുടെ ആധ്യാത്മിക, സാമ്പത്തിക, സാമൂഹിക ഉന്നമനമാണ് ഈ സംരംഭത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ആഴ്ചതോറും 5 രൂപയിൽ കുറയാത്ത സമ്പാദ്യം സ്വീകരിക്കുകയും 4% പലിശയോടുകൂടി തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആവശ്യക്കാർക്ക് 9% പലിശയ്ക്ക് ലോൺ കൊടുത്തുവരുന്നു. വീട്ടിലൊരു അടുക്കളത്തോട്ടം എന്ന പദ്ധതിയുമായി സഹകരിച്ച് തൃശ്ശൂർ അതിരൂപതാ തലത്തിലുള്ള മത്സരത്തിൽ ഞങ്ങളുടെ ഇടവകയിൽ 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി.
സദ്ഗുരുവായ അർണോസ് പാതിരിയാൽ രചിക്കപ്പെട്ട ദേവമാതാവിൻ്റെ വ്യാകുല പ്രലാപം എന്നതിലെ ഏതാനും വരികളാണ് ഞങ്ങളിവിടെ ഉദ്ധരിക്കുന്നത്. അമ്മ കന്യാമണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കലെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശം പറഞ്ഞാലോ കയുമില്ല. അമ്മ കണ്ണീ തുണയെങ്കിൽ പറയാമൽപ്പം. സർവമാനുഷർക്കു വന്ന സർവദോഷ തരത്തിനായി സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടുകണ്ടു സർവദുഃഖം നിറഞ്ഞുമ്മ പുത്രനെ നോക്കി. കുന്തമമ്പ് വെടിച്ചങ്കിൽ കൊണ്ടപോലെ മനം വാടി തൻ തിരുക്കാൽ കരങ്ങളും തളർന്നു പാരം. പുൽക്കോട്ടിൽ പി ഡി ജോസ് മാസ്റ്റർ ചിറ്റാട്ടുകര സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. ഭാര്യ ഏലിക്കുട്ടി ടീച്ചർ, 4 ആൺമക്കൾ. മാഷിൻ്റെ പഴയകാല ഓർമ്മകൾ നമുക്ക് കേൾക്കാം. മാഷിൻ്റെ ചിറ്റാട്ടുകരയെക്കുറിച്ചുള്ള പഴയകാല ഓർമ്മകൾ ഒന്ന് പറയാമോ? എൻ്റെയും കുടുംബത്തിൻ്റെയും വളർച്ച ഈ ചിറ്റാട്ടുകരയിലെ പള്ളിയും പള്ളി സ്കൂളും ആയി ഒത്തുചേർന്ന് പോകുന്നതാണ്. അതിനെ വിട്ട് എനിക്ക് മറ്റൊരു ചരിത്രം ഇവിടെ അവതരിപ്പിക്കാനില്ല. അതായത് എൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു അധ്യാപകനായിട്ട് എനിക്ക് ഉയരാവുന്നിടത്തോളം ഞാൻ ഉയർന്നു. എൻ്റെ അപ്പനിൽ നിന്ന് പറഞ്ഞു കേട്ട വിവരമനുസരിച്ച് എൻ്റെ അപ്പൻ്റെ അപ്പാപ്പൻ പാവറട്ടിയിൽ നിന്ന് സ്ഥലം വാങ്ങി ചിറ്റാട്ടുകരയിൽ വീട് വയ്ക്കുക ചെയ്തത്. ചിറ്റാട്ടുകരയിൽ ഈ പള്ളിയുടെ അടുത്ത് തന്നെ സ്ഥലം വാങ്ങിക്കാൻ പ്രത്യേക കാരണമുണ്ട്. പള്ളി മണി കേട്ടും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും വേണം എൻ്റെ മക്കളുടെ മക്കളും വളരാൻ. ആ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ സ്ഥലം തിരഞ്ഞെടുത്തതും പള്ളിയുടെ ഇത്ര അടുത്ത്
വീട് വയ്ക്കാനായിട്ട് കാരണമായത്. ആ ഒരു ചൈതന്യം, ആ ഒരു വിശ്വാസവും ചൈതന്യവും ഒക്കെ ഇപ്പോഴും ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും തുടർന്ന് പോരുന്നുണ്ട്. നമ്മുടെ ചിറ്റാട്ടുകരയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് നമ്മൾ പല പാരമ്പര്യങ്ങളും നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളവരാണ്. മാഷിക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? പറയാം. ജനുവരി 6, 7 തീയതികളിലാണ് ചിറ്റാട്ടുകരയിലെ തിരുനാൾ, പ്രധാനപ്പെട്ട തിരുനാൾ. ഈ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ ഈ സമയത്ത് ഉയർന്നു വരുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് ഈ പള്ളിയിൽ നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും കാണാൻ സാധിക്കുമായിരുന്നു. ജനുവരി 1 തീയതി തൊട്ട് ഇവിടെ അരങ്ങ് കെട്ടിത്തുടങ്ങും. അപ്പോൾ അത്രയും പ്രാധാന്യം കൊടുത്ത് നടത്തുന്ന ആ തിരുനാൾ അത്ര മോടിയാക്കുന്നതിൻ്റെ പിന്നിൽ പ്രത്യേക വികാരങ്ങളുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ചിറ്റാട്ടുകരയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടം പഴമയിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഒരവസരത്തിൽ തുടർച്ചയായ മരണങ്ങൾ തന്നെ, പകർച്ചവ്യാധി മൂലം തുടർച്ചയായ മരണങ്ങൾ ഉണ്ടായ സമയത്ത് വിശുദ്ധ സെബസ്ത്യാനോസിനോട് അപേക്ഷിച്ചുകൊണ്ട്, മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ആ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെട്ട, മുക്തി നേടിയ ഒരു കഥയാണ് ചിറ്റാട്ടുകരയ്ക്ക് ഓർക്കാനുള്ളത്. അത് കേട്ട എന്നിലും ആ വിശുദ്ധനോടുള്ള ആദരവ്, ഭക്തി വളർന്നു വന്നു. മാഷിൻ്റെ പഴയകാല ഓർമ്മകൾ നമുക്ക് പറഞ്ഞു തന്നു. മാഷിൻ്റെ പള്ളി സംബന്ധമായ എല്ലാ വിശേഷങ്ങളും നമ്മളോട് പങ്കുവച്ചു. മാഷിൻ്റെ ഈ ജീവിതം നമുക്കൊരു ഇൻസ്പിറേഷൻ ആകട്ടെ. ഉണ്ണിയേശു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം. പാപത്താൽ അധപതിച്ച മനുഷ്യമക്കളെ രക്ഷയിലേക്ക് വഴി നടത്തുവാൻ ആഗ്രഹിച്ച ദൈവം തൻ്റെ അരുമസുതനായ ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ചു. മനുഷ്യരൂപം സ്വീകരിച്ച് ഈ ഭൂമിയിൽ അവതീർണനായ ഉണ്ണീശോ മാനവകുലത്തിൻ്റെ രക്ഷകനായി മാറി. വിശുദ്ധ യൗസേപ്പ് പിതാവായ ദൈവം തൻ്റെ പുത്രനായ ഈശോയെ വളർത്താനും മറിയത്തിൻ്റെ കന്യാത്വം കാക്കാനും ഏൽപ്പിക്കപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. നന്മരണ മധ്യസ്ഥനും കന്യകകളുടെ കാവൽക്കാരനും തൊഴിലാളികളുടെ ആശ്രയവും തിരുസഭയുടെ സംരക്ഷകനുമാണ് അവിടുന്ന്. ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധികളിലും ആത്മീയ പഞ്ഞത്തിലും നമുക്ക് ആശ്രയമരുളുന്ന വിശുദ്ധന്റെ മധ്യസ്ഥം നമുക്കും അപേക്ഷിക്കാം. ഉണ്ണീശോയുടെ കൈകളിലെ ഒരു കൊച്ചു കളിപ്പന്തായി തന്നെ വിട്ടുകൊടുത്തവൾ, പ്രാർത്ഥനയുടെ പ്രേഷിതത്വം ഏറ്റെടുത്തുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി രോഗശയ്യയിലും പ്രാർത്ഥിച്ചിരുന്നവൾ, അഖില ലോക മിഷന്റെ മധ്യസ്ഥയായി ഉയർത്തപ്പെട്ട വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം നമുക്കും തേടാം. വിശുദ്ധ തോമസ് ലീഹ ലാസറിന്റെ മരണവാർത്തയറിഞ്ഞ് അവിടേക്ക് പോയ ഈശോയെ കല്ലെറിയാൻ തുടങ്ങിയ കാര്യം ഇതര ശിഷ്യന്മാർ അനുസ്മരിപ്പിച്ചപ്പോൾ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് ധീരതയോടെ ഏറ്റുപറഞ്ഞവൻ, കൂടെ പോകുവാൻ കൽപ്പില്ല എങ്കിൽ പിന്നെ എന്തിനു കൂട്ടാളികളായി, മരിക്കുവാൻ മടിയാണെങ്കിൽ മൃത്യുവരിക്കുവാൻ മണ്ണിലണഞ്ഞവനെ എന്തിനു മാറോടണയ്ക്കണം എന്ന വാക്കുകളാൽ യേശുവിലുള്ള വിശ്വാസത്തെ ഏറ്റുപറഞ്ഞവൻ, ദിദിമോസ് എന്ന അപരനാമത്താൽ അറിയപ്പെട്ട് വിശ്വാസത്തിൻ്റെ തിരുവട്ടം ഭാരതമണ്ണിലേക്ക് പ്രചരിപ്പിച്ചവൻ, വിശ്വാസത്തിൽ വളരാൻ വേണ്ട കൃപ നൽകണമേ എന്ന് വിശുദ്ധനോട് നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസിന്റെ ഒരു ചെറുചെടി, സുന്ദരിയെങ്കിലും വിരൂപിണിയാകാനും കോടീശ്വരന്റെ പുത്രിയെങ്കിലും നഗ്നപാതയായി നടക്കാനും വിശപ്പ് സഹിക്കാനും ഭിക്ഷയാചിക്കാനും കുഷ്ഠരോഗികളെ പുണരാനും ക്രിസ്തുവിനെ പ്രതി തീരാരോഗിണിയായി മരണം വരിക്കുവാനും ധീരത കാട്ടിയവൾ. ക്രിസ്തുനാഥനാണ് എൻ്റെ ജന്മാവകാശം, എൻ്റെ സർവസമ്പത്തും അവിടുന്ന് തന്നെ എന്നുദ്ധീരണം ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ അഭയം കണ്ടെത്തിയ വിശുദ്ധ ക്ലാരയെ
ഞങ്ങളും അമ്മയുടെ മാധ്യസ്ഥത്തിനായി അണയുന്നു. വിശുദ്ധ അന്തോണീസ്. ഒന്നും ചോദിക്കാതിരിക്കുക, യാതൊന്നും നിഷേധിക്കാതിരിക്കുക എന്ന ജീവിത രഹസ്യം സ്വജീവിതത്തിൽ പകർത്തിയ വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. ഉണ്ണീശോയെ കൈകളിൽ വഹിച്ചുകൊണ്ടുള്ള വിശുദ്ധൻ്റെ മധ്യസ്ഥ ശക്തി ഏറെ പ്രസിദ്ധമാണ്. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുവാൻ ഭക്തജനങ്ങൾ ഈ വിശുദ്ധനെ സമീപിക്കാറുണ്ട്. നമുക്കും പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥം തേടാം. വിശുദ്ധ അൽഫോൻസാമ. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിപ്പിക്കും എന്ന തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് സ്വയം അഴിഞ്ഞ് ഇല്ലാതായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഭാരതത്തിലെ പ്രഥമ വിശുദ്ധ വിശുദ്ധ അൽഫോൻസ. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളെ മൗനമായി സ്വീകരിച്ച് അവയെല്ലാം രക്ഷാകരമാക്കി മാറ്റിക്കൊണ്ട് യേശുവിന് സമർപ്പിച്ചവൾ. വിശുദ്ധ ഡൊമിനിക് സാവിയോ. അപ്പച്ചൻ എന്നെയോർത്ത് ദുഃഖിക്കരുത്, ഞാൻ സ്വർഗത്തിലാണ്. ഇവിടെ എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും ഒരു ദിനം സ്വർഗത്തിലെത്തും. അന്ന് നമുക്ക് ഒരുമിച്ച് ആനന്ദിക്കാം. ജീവിതത്തെ സുഹൃതങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ വിശുദ്ധ ഡൊമിനിക്കിനെ കുറിച്ച് ദൈവത്തിനുണ്ടായ സ്വപ്നങ്ങൾ അവൻ പൂർത്തീകരിച്ചു. ദരിദ്ര കർഷകന്റെ മകളായി പൂജാതയായ മരിയ വിശുദ്ധമായ ജീവിതത്താൽ വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ടവൾ. തന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച അലക്സാൻഡ്രോയുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിനെ മരിയായെ കുത്തിമുറിവേൽപ്പിച്ചു. പാപത്തേക്കാൾ മരണം വരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഘാതകന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിച്ചവൾ. ഇന്നത്തെ ലോകത്തിൽ പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ വിശുദ്ധ മരിയ കൊരേത്തിയുടെ മാധ്യസ്ഥം നമുക്കും തേടാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ആഡംബരപൂർണമായ ജീവിതത്തോട് വിട പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ സർവസ്വവും എന്ന് ഉദ്ഘോഷിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി. സ്വയം ശൂന്യനാക്കിയ ഈശോയുടെ ജീവിതശൈലി സ്വന്തമാക്കി പഞ്ചക്ഷതധാരിയായി ദ്വിതീയ ക്രിസ്തു എന്ന അപരനാമത്താൽ അറിയപ്പെട്ടവൻ. സർവസൃഷ്ടജാലങ്ങളിലും ദൈവത്തെ ദർശിച്ചുകൊണ്ട് സമാധാന ദൂതനായി ലോകത്തിലുടനീളം ചുറ്റി സഞ്ചരിച്ചവൻ. പരിസ്ഥിതിയുടെ മധ്യസ്ഥനായി സമാധാനത്തിൻ്റെ പ്രേക്ഷിതനായി നടന്നു നീങ്ങിയ മഹാവിശുദ്ധനാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. വിശുദ്ധ മോനിക്ക. മകനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരമ്മ. പാപിയായ മകനെ പ്രാകാതെ അവനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മയുടെ കഥ. മകന്റെ മൃതദേഹത്തിൽ ഒരമ്മ പൊഴിക്കുന്നതിലേറെ കണ്ണുനീർ ജീവിച്ചിരുന്ന മകനു വേണ്ടി പൊഴിച്ച അമ്മ. വിശുദ്ധ മോനിക്കയെ ചരിത്രം കാണുന്നത് മകന്റെ കണ്ണുകളിലൂടെയാണ്. സ്വന്തം കണ്ണുനീരിൽ മകനെ സ്നാനപ്പെടുത്തി മാനസാന്തരത്തിലേക്ക് നയിച്ച വിശുദ്ധ മോനിക്ക നമുക്കും ഇന്നത്തെ ലോകത്തിനും ഒരു ഉത്തമ മാതൃകയാകട്ടെ. വിശുദ്ധ ജോൺ നെബുൻസ്യാൻ. കുംഭസാരത്തിന്റെ പാവനത കാത്തുസൂക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധനാണ് വിശുദ്ധ ജോൺ നെബുൻസ്യാൻ. വെഞ്ചസ്ലാസു രാജാവ് തൻ്റെ പത്നിയായ ജൈനി രാജ്ഞിയുടെ കുംഭസാരത്തിൻ്റെ സംക്ഷേപം ചോർത്തിയെടുക്കാൻ ശ്രമിച്ചു. സാധിക്കാതെ വന്നപ്പോൾ ജോണിനെ മർദ്ദിച്ചും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചും ജയിലിലടച്ചും പീഡിപ്പിച്ചു. തിരുസഭയുടെ നിയമസംഹിതയിൽ ശ്രേഷ്ഠമാണ് കുംഭസാര രഹസ്യം. അത് പാലിക്കുന്നതിനുള്ള വിശ്വസ്തത ശ്രേഷ്ഠമായി തന്നെ നിലകൊള്ളുന്നു. ആയതിനാൽ കുംഭസാരിക്കാൻ ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് വിശുദ്ധന്റെ രക്തസാക്ഷിത്വം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നു. ഒല്ലൂരിന്റെ കനകപുഷ്പം, ചലിക്കുന്ന സക്രാരി, ഒരു മാധ്യസ്ഥ ശക്തി. മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് ഒരു ചെറിയ ഉപകാരമെങ്കിലും ചെയ്തു കൊടുത്തിരുന്നവരോട് സന്തോഷത്തോടെ പറയാറുണ്ടായിരുന്ന എവുപ്രാസ്യമ്മ. വിശുദ്ധ പദവിയുടെ മണിമകുടം ചൂടുവാൻ വെമ്പൽ കൊള്ളുന്ന അമ്മേ, ഞങ്ങൾക്കായി എന്നും പ്രാർത്ഥിക്കണേ. കൽക്കത്തയിലെ തെരുവുകളിൽ അലയുന്ന അനാഥ കുഞ്ഞുങ്ങളെയും ആലംബഹീനരെയും മാറോട് ചേർത്ത്
ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവച്ചു നൽകിയ പാവങ്ങളുടെ അമ്മ മദർ തെരേസ, ഭാരതത്തിന്റെയും ലോകം മുഴുവന്റെയും അമ്മയായി മാറിയ അഗതികളുടെ അമ്മ അൾത്താരയിലെ വണക്കത്തിന് അർഹയാകുന്നു. ആ വിശുദ്ധയുടെ പാദങ്ങളെ നമുക്കും പ്രണമിക്കാം. വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമസ് ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചുവെന്ന് പറയപ്പെടുന്ന പകലോമറ്റം കുടുംബത്തിൻ്റെ ഒരു ശാഖയാണ് ചാവറ കുടുംബം. ഈ കുടുംബത്തിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ച് നിർധനരുടെയും നിരാലംബരുടെയും ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ച ധന്യാത്മാവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് വിജ്ഞാന വെളിച്ചം അനേകർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് വിശുദ്ധിയുടെ ഉന്നത ശൃംഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ്റെ മധ്യസ്ഥം നമുക്കും തേടാം. വിശുദ്ധ സെബസ്ത്യാനോസ് ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി ജയിലിലടയ്ക്കപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി റോമൻ സൈന്യത്തിൽ ചേരാൻ ധീരത കാണിച്ചവൻ, ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി ജീവിതം ബലിയേകാൻ തീരുമാനിച്ചവൻ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തീക്കനലിൽ കൂടി നടക്കുന്നത് റോസാപ്പൂമെത്തയിൽ കൂടെ നടക്കുന്നത് പോലെയാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് രക്തസാക്ഷിത്വം മകുടം അണിഞ്ഞ വിശുദ്ധനാണ് നമ്മുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസ്. സ്വർഗവും ഭൂമിയും ഒന്നു ചേരുന്ന ഈ നിമിഷത്തിൽ സ്വർഗീയ ദൂതരോടും വിശുദ്ധരോടും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ലോക തീർത്ഥാടനത്തിൽ കാലിടറാതെ ഈശോയിലേക്ക് ഞങ്ങളെയും വഴി നടത്തണമേ.